തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തി കോഴിക്കോട് ദമാം വിമാനം കരിപ്പൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം തകരാറിലായത് നിലത്തുരഞ്ഞതിനെ തുടർന്നെന്നാണ് റിപ്പോർട്ട്. വിമാനത്തിലുണ്ടായ 182 യാത്രക്കാരും സുരക്ഷിതരാണ്. ലാൻഡിങ്ങിന് മുമ്പായി വിമാനം കടലിന് മുകളിൽ പറന്നത് 2.5 മണിക്കൂറുകളോളമാണ്. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ കോഴിക്കോട് ദമാം വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ്. കരിപ്പൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം നിലത്തുരഞ്ഞതിനെ തുടർന്ന് തകരാറായെന്നാണ് റിപ്പോർട്ട്. കരിപ്പൂരിൽ നിന്നും ദമാമിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത്. വിമാന തകരാറിനെ തുടർന്നാണ് നടപടി. വിമാനത്തിൽ 182 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ലാൻഡിങ്ങിന് മുമ്പായി കടലിന് മുകളിലൂടെ 2.5 മണിക്കൂറുകളോളമാണ് വിമാനം പറന്നത്. ലാൻഡിങ്ങിനുള്ള അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയം വൈകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 182 യാത്രക്കാരും സുരക്ഷിതരാണെന്നും റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. കോഴിക്കോട് നിന്നും ദമാമിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ സുരക്ഷിതരാണെന്നും വ്യക്തമായിട്ടുണ്ട്. 182 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ശരത്ത് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുവാനായി തിരുവനന്തപുരത്ത് നിന്നും. ശരത്ത്, യഥാർത്ഥത്തിൽ ഈ നിലത്തുരഞ്ഞത് തന്നെയാണോ പ്രശ്നമായിട്ട് പറയുന്നത്? പ്രധാനമായും കമ്പനി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഗീസ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ വിമാനം പറന്നുയരുമ്പോൾ അതിൻ്റെ വാൽഭാഗം റൺവേയിൽ ഉരസിയതിനെ തുടർന്ന് സാങ്കേതിക തകരാർ ഉണ്ടാവുകയായിരുന്നു എന്നാണ് നിലവിൽ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ അടിയന്തര ലാൻഡിംഗ് സുരക്ഷിതമായി തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നിരിക്കുന്നു. യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ യാത്രക്കാരെയൊക്കെ തന്നെ വിമാനത്താവളത്തിന്റെ സെക്യൂരിറ്റി മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായും അറിയാനുള്ളത് ഇവരുടെ മടക്കയാത്ര എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരോട് തന്നെ വിമാന അധികൃതർ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ മടക്കയാത്രയിൽ താല്പര്യം എന്നതിനെ സംബന്ധിച്ച്. അതിനുശേഷമായിരിക്കും ഇവരുടെ മടക്കയാത്ര സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായ തീരുമാനമുണ്ടാവുക. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ അവരെ മടക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദമാമിലേക്ക് കൊണ്ടുപോകുന്നതിന് സാങ്കേതിക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അതിൽ അല്പസമയത്തിനകം തന്നെ ഒരു വ്യക്തത വരികയും ചെയ്യും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാത്രക്കാരെല്ലാം സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ആർക്കുമില്ല. ഏറെ നാടകീയമായാണ് ഉച്ചയ്ക്ക് 12:15 വിമാനം ലാൻഡ് ചെയ്തത്. 9:25 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം പറന്നുയർന്നത്. പിന്നീട് 9:50 വിമാനത്തിൽ സാങ്കേതിക തകരാറുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. അതിനുശേഷമാണ് അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം വഴിതിരിച്ച് വിടുകയും ചെയ്തത്. അല്പസമയം ഈ വിമാനത്താവളത്തിന് മുകളിലായി ആകാശത്ത് ഈ വിമാനത്തിന്റെ ഇന്ധനം കത്തിച്ചു തീർക്കാൻ വേണ്ടി സമയം കണ്ടെത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള അടിയന്തര സേവനങ്ങളുടെ ഒന്നും തന്നെ ആവശ്യങ്ങൾ വേണ്ടി വന്നില്ല. കൃത്യമായി അടിയന്തര ലാൻഡിംഗ് നടത്താൻ വേണ്ടി സാധിച്ചു. വ്യക്തമാണ്. ശരത് കെ ശശിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.